ഈ ബ്രെഡ് ഇതിലേക്ക് മുക്കിങ് എടുക്കുമ്പോൾ ഒരു പുകയിങ് വരും. കണ്ടോളെ ഗൈസ്, കണ്ട എന്നോട് ഒരാൾ പറഞ്ഞ് ഈ തുർക്കിഷ് മെനമൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെയാണ് ഞാൻ ഇനി കീഞ്ഞത്. ഓക്കെ, യൂട്യൂബ് ഫുൾ ഞാൻ തപ്പി എങ്ങനെയാണ് ഈ മെനമൻ ഉണ്ടാക്കുക. ഓരോരുത്തർ ഓരോ കോലത്തിലാണ്. ലാസ്റ്റ് ഞാൻ ഒരു തുർക്കിക്കാരനെ തന്നെ പിടിച്ചിട്ട് തുർക്കിഷ് മെനമൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കി. അങ്ങനെ ഉണ്ടാക്കുന്ന ആ ഒരു കോലത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് കാണുന്ന മലയാളികൾ ചിലപ്പം പറയും ഉള്ളി ഇല്ലാണ്ട് ചീസ് ഇട്ടിട്ടുള്ള ഓംപ്ലേറ്റ്. പറയുന്നവര് പറയട്ടെ, കുഴപ്പമൊന്നുമില്ല, ഏകദേശം അങ്ങനെ തന്നെയാണ്. പക്ഷെ ടേസ്റ്റ് നല്ല മാറ്റമുണ്ട്. ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നോക്കുമ്പോൾ അതിലുള്ളൊരു കമൻറ്റ് കണ്ട ചീസ് ആഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതല്ല പോലെ ഇവിടുത്തെ ഡിബേറ്റ്, ഉള്ളി ചേർക്കണോ വേണ്ടയോ എന്നുള്ളതാണ്. നമുക്ക് ഈ ഡിബേറ്റിനുള്ള ഒരു സാധനം നമുക്ക് വേണ്ട. മാത്രമല്ല നമുക്ക് ഉള്ളി മുറിക്കുകയും വേണ്ട, പണി ഈസി ആവും ചെയ്ത്. അപ്പോൾ ഓനും ഇടുന്നില്ല ഉള്ളി, ഞാനും ഇടുന്നില്ല. അപ്പോൾ ഉള്ളി ഇല്ലാണ്ട് ജസ്റ്റ് ബട്ടറിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് അതിൽ കുറച്ച് തക്കാളിയും കുറച്ച് പച്ചമുളകെല്ലാം ഇട്ട് അതിൽ കുറച്ച് ഉപ്പും കുരുമുളകെല്ലാം ചേർത്ത് നല്ലോണം ഇങ്ങനെ വാട്ടിയെടുക്കും. അന്നെ പോലെ പച്ച തക്കാളി എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ നേരം നിന്ന് വാട്ടേണ്ടി വരും. അതുകൊണ്ട് കുറച്ച് പഴുത്ത തക്കാളി എടുത്തോ. എന്നിട്ടില്ലേ ഈ പൊട്ടിച്ച് വെച്ച മുട്ടയില്ലേ ഇതിലിങ്ങനെ ഒഴിക്കാൻ, എന്നിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ പണി. എന്നിട്ട് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചീസ് ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. 2 മിനിറ്റ് കുക്കാൻ വെക്കുക. ഞാൻ പിന്നെ കുറച്ച് ക്വാണ്ടിറ്റി കുറച്ചിട്ടാണ് ഉണ്ടാക്കിയത്, കാരണം ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് എന്താ അവസ്ഥ എന്ന് അറിയില്ലേനു. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ധൈര്യത്തിൽ ഉണ്ടാക്കിക്കോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.